ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ മല്ലു സിംഗ്. അപ്പോൾ ഞാനേറ്റ കൃഷ്ണ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ NHSൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ സമയത്ത് അതൊരു ബാൻഡ് 2 ആവട്ടെ, ബാൻഡ് 3 ആവട്ടെ, ബാൻഡ് 4 ആവട്ടെ, ബാൻഡ് 5 ബാൻഡ് 6 ഏതൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും നിങ്ങൾ അത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് മിസ്റ്റേക്സിലാണ്. പ്രത്യേകിച്ച് NHSൻ്റെ ഇൻ്റർവ്യൂസിന് നിങ്ങൾ പോകുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് പേരാണ് NHSലുള്ള ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഷോർട്ട് ലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന പല ജോബ്സും അതിവിടെ UK നാട്ടിൽ നിന്നാവട്ടെ ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലിനിക്കൽ ആൻഡ് ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. കാര്യം ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൊളീഗ്സുമായിട്ട് പാനൽ മെമ്പേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻസ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാവട്ടെ മലയാളീസ് ആവട്ടെ കുറേ വരുത്തി വെക്കണ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അത് നമ്മുടെ ഒരു ഇംപ്രഷൻ തന്നെ കൊണ്ട് കളയുന്ന രീതിയിലുള്ള മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അത് വീണ്ടും ആ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും, മനസ്സിലായോ? അത് നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അതിന് നമ്മൾ പ്രൊഫഷണലായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ബേസിക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ NHSൽ നല്ലൊരു ജോബ്, അത് ഏത് പൊസിഷനാണ് കേട്ടോ, നിങ്ങൾ അഡ്മിൻ പൊസിഷനോ ഹെൽത്ത് കെയർ ജോബ്സോ ഏതൊരു ഏരിയയിലോട്ട് ആയിക്കോട്ടെ, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത് എന്തായാലും. ഓക്കെ, അത് ചിലപ്പോൾ വെർച്വൽ ആയിരിക്കാം, ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ചിലപ്പോൾ ഫേസ് ടു ഫേസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും മെയിൻ കാര്യമാണ് നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, ഫസ്റ്റ് തിങ്. ഓക്കെ, അപ്പോൾ പങ്ക്ച്വാലിറ്റി ഞാൻ പറയാൻ കാര്യം, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഇൻ്റർവ്യൂസിന് ഞാൻ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മലയാളീസൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്കും ഇതേപോലെ ഇൻ്റർവ്യൂവിൻ്റെ ടൈം സ്ലോട്ട് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു മെയിനായിട്ട്. പക്ഷേ ചില കുട്ടികൾ സാഹചര്യം കാരണം, അത് കൂടുതലും മലയാളീസ് ആയിരുന്നു, അവർക്ക് സാഹചര്യം കാരണം അല്ലെങ്കിൽ നാട്ടിൽ പോയതുകൊണ്ട് നമ്മൾ അവർക്ക് വിർച്വൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള സംഭവം അക്കോമഡേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളത് അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മളൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റിൻ്റെ സ്ലോട്ട് ആയിരിക്കും എപ്പോഴും ഇൻ്റർവ്യൂസ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുന്നേ നമ്മൾ പാനലിൽ ഇതേപോലെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ആ കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ കാൻഡിഡേറ്റ് എവിടെ നിന്നാണ്, എന്താണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന് ഏതൊരു ഇൻ്റർവ്യൂവിനാണെങ്കിലും നമ്മളത് പറയുന്നൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 പേരുള്ള പാനൽ മെമ്പേഴ്സാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, ഇവരുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവർ ഈ ട്രസ്റ്റിലേക്ക് നോക്കണു, അല്ലെങ്കിൽ ഈ ഒരു ജോബിലേക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യണം, അവരെന്തൊക്കെ കൊടുത്തു എന്നൊരു ബ്രീഫ് അപ്പ് അവരുമായിട്ട് നമ്മൾ നടത്തും. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ആ സമയത്തായിരിക്കും നമ്മൾ പറയുക, ഓക്കെ ഈ ഒരു കാൻഡിഡേറ്റ് നാട്ടിലേക്ക് പോകുന്നുണ്ട്, അവരിങ്ങനെ ഇമെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് നാട്ടിൽ വെച്ച് ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്യാൻ അവർ ഓക്കെയാണ്. അപ്പോൾ നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു അവർക്ക്. പക്ഷേ ഏകദേശം നമ്മളൊരു 15 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തിട്ടും ഇവരുടെ അടുത്തു നിന്ന് ഒരു അപ്ഡേറ്റോ റിപ്ലൈയോ, ഞാൻ ലൈക്ക് ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പക്ഷേ ഒരു അപ്ഡേറ്റോ അല്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി അവിടെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു നമ്മൾ, പക്ഷേ അവരുടെ അടുത്ത് നിന്ന് ഒരു അപ്ഡേറ്റും ഇല്ല. അപ്പം എന്താ സംഭവിച്ചത്, അവിടെ ആ ഒരാൾക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് കൊടുത്തു, ബാക്കിയുള്ളൊരു ഫേസ് ടു ഫേസ് വന്നപ്പോൾ ഇവർക്ക് വിർച്വൽ കൊടുത്തു ഇവർ ഈ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ. പക്ഷേ അവർ തിരിച്ചൊരു മര്യാദ അത് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണ്, ചിലപ്പോൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, ഓക്കെ ഫൈൻ കുഴപ്പമില്ല. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ് എന്തായാലും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം അവർക്ക് നോക്കാമായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് പേർക്ക് അത് കോമൺ ആയിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ്, അവർക്ക് പങ്ക്ച്വാലിറ്റി, അവർ ആ ഒരു ടൈം നമ്മൾ വന്നു അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിർച്വൽ ഇൻ്റർവ്യൂവിലാണെങ്കിലും ഫേസ് ടു ഫേസ് ആണെങ്കിലും ആ പറഞ്ഞ ടൈമിൽ അവർ എത്തിയിട്ടില്ല. ഏകദേശം 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആ ഇൻ്റർവ്യൂവിന് വരുന്നത് തന്നെ. അപ്പോഴേ നമുക്ക് അവരുടെ ആ കാൻഡിഡേറ്റിൻ്റെ ഒരു സീറ്റ്, അതിനി എന്തോ ആയിക്കോട്ടെ, ട്രാഫിക് ബ്ലോക്കിലോ എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, പക്ഷെ അന്നത്തെ ദിവസം നിങ്ങളത് നേരത്തെ ഇറങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് മുന്നേ പ്ലാൻ ചെയ്യുകയോ, ഇനി ദൂരെ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു ദിവസം മുന്നേ വന്ന് അതിനടുത്തുള്ള എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയോ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ അന്നത്തെ ഡേയിൽ നിങ്ങൾ റഷ് ചെയ്ത് വന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ എന്നുള്ളതല്ല, നിങ്ങൾ ലേറ്റ് ആണോ ടൈമിലല്ലല്ലോ നിങ്ങൾ വന്നത്, അതൊരു പ്രോപ്പർ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ വിർച്വൽ ആണെങ്കിലും ശരി, ഫേസ് ടു ഫേസ് ആണെങ്കിലും ശരി, പറഞ്ഞിരിക്കുന്നതിന് ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ മുന്നേ തന്നെ നിങ്ങൾ എത്തുക. നിങ്ങൾക്കിനി ദൂരെയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നേരത്തെ പോകാനായിട്ട് നോക്കുക. അതിനുള്ള പ്ലാൻസും അല്ലെങ്കിൽ അതിന് നിയർ ബൈ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന് നിങ്ങൾ UK ഹോസ്പിറ്റൽസ് ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ, നിങ്ങൾ NHSൻ്റെ വിർച്വൽ ഇൻ്റർവ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക എന്തായാലും. ഓക്കെ, പിന്നെ നിങ്ങൾ എത്തുന്ന സമയത്ത്, കാര്യം ഈ നേരത്തെ എത്തുമ്പോഴൊരു സംഭവം എന്താ, നമ്മൾ ഈ ഓടിക്കിടച്ച് വരുമ്പോൾ നമ്മൾ വേർത്ത് ഒരു പരുവായിട്ടായിരിക്കും വരും. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ് ഇൻ്റർവ്യൂവിന് അല്ലേ. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ നേച്ചറേ അങ്ങ് പോവും ഒറ്റയടിക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അതിനും ഒരു കോട്ടം വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ നേരത്തെ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തായാലും. പിന്നെ ഒരുപാട് പേര് ചോദിക്കണേ, ഈ ഇൻ്റർവ്യൂവിനകത്ത് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് വരുന്നു കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം, അത് ഒരു ഫാക്ടറാണ്. നമ്മളതൊരു അതിനൊരു മാർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നതല്ല, പക്ഷേ
ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നിങ്ങളൊരു ഡ്രസ്സിങ്ങും കൂടെ, മനസ്സിലായോ? അത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേയിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു ഡ്രസ്സ് വലിച്ച് കയറ്റി ടൈറ്റ് ആയിട്ടുള്ള സാധനം കയറ്റി ഇൻഷാർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ ബ്ലേസറൊക്കെ ഇട്ട് അങ്ങനെയൊന്നും വരാനല്ല ഉദ്ദേശിക്കണേ. നോക്കി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേയിൽ അതൊരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ ഒരുപാട് പേര് ചോദിക്കുന്നത് കളേഴ്സിൻ്റെ കാര്യം. അപ്പോൾ കളേഴ്സിൻ്റെ വരച്ച് നിങ്ങൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇത്തിരി സട്ടിലായിട്ടുള്ള, ഇത്തിരി സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് രീതിയിലുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാനും ഞാൻ എന്തായാലും പറയുള്ളൂ. ആസ് എൻ ഇൻ്റർവ്യൂ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഓക്കെ ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ഇംപ്രഷനിലോട്ട് പോകാം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഒരു സട്ടിലായിട്ടുള്ള നിങ്ങൾക്ക് നല്ല രീതിയിൽ തോന്നുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കാര്യങ്ങൾ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ഇൻ്റർവ്യൂവിനാണെങ്കിൽ നിങ്ങൾ വെൽ പ്രിപ്പയർ, ഇതൊക്കെ ജസ്റ്റ് ഒരു പ്രസൻറ്റബിൾ മാനേഴ്സിൻ്റെ കാര്യങ്ങളാണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പങ്ക്ച്വാലിറ്റി, ബാക്കി സംഭവങ്ങളൊക്കെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ടെക്നിക്കൽ സൈഡ്. അതായത് നിങ്ങളിപ്പോൾ ഒരു വിർച്വൽ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കോ ഒരു ഫ്യൂ ഡേയ്സോ പ്രയർ ആയിട്ടോ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ടൈം സ്കെഡ്യൂളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ നെറ്റ്വർക്ക് എന്താണ്, നിങ്ങൾ ഏത് ത്രൂ ആണ് നിങ്ങൾ ഇരിക്കാൻ പോണേ, ലാപ്ടോപ്പിലാണോ മൊബൈലിലാണോ, അതിൻ്റെ നെറ്റ്വർക്ക് കണക്ഷൻസും വീട്ടിലുള്ള കാര്യങ്ങളും. ഇനി വീട്ടിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ വൈഫൈ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് പ്രോപ്പർ ഒരു കണക്ഷൻ സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാര്യം ഇത് അത്രയും ക്രൂഷ്യലാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും. ഓക്കെ, അതേപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഇവിടെ നമ്മുടെ ഒരുപാട് പേരാണ് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിലാണെങ്കിലും സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും കുട്ടികൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ് ഒന്ന് ഇൻ്റർവ്യൂവിന് എങ്ങനെയെങ്കിലും ഒന്ന് കയറി കൂടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കിത് കിട്ടാതെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുമായിരിക്കും. കിട്ടാതെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനത്തെ കുറച്ച് വരുന്ന ഫാക്ടേഴ്സാണ്. നിങ്ങൾ പോലും അറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടായി, പക്ഷേ നമ്മൾ ചിലപ്പോൾ പറയണം ഓക്കെ ഇന്ന ആൾ ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഈ ഒരു കാര്യം ശരിയായോ, ആ ഒരു രീതിയിലായിരിക്കില്ല അവർ വീണ്ടും വർക്കിൽ കയറിയിട്ടുണ്ടെങ്കിലും ചെയ്യാം എന്നുള്ളൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ വിർച്വൽ ഇൻ്റർവ്യൂസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താ, നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ്, നിങ്ങളുടെ സ്പീക്കേഴ്സ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മൈക്ക് ആണെങ്കിലും എല്ലാം പ്രോപ്പറാണ്. നെറ്റ്വർക്ക് കണക്ഷൻ, അവിടെ ഇരുന്നുകൊണ്ട് ബഫറിങ്ങും കാര്യങ്ങളും വന്നിട്ട് ഹലോ 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 കേട്ട് വീണ്ടും ഹലോ ഹലോ കേട്ട് ഒന്നും കേൾക്കുന്നില്ല, എനിക്കൊന്നും കേൾക്കുന്നില്ല, കമ്പിളി പുതപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അത് പിന്നെ പോയി, മനസ്സിലായി. ഭയങ്കര, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുകയാണ്, മറ്റേ ആൾക്ക് ഒന്നും അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇത്രയും നാൾക്ക് മുന്നേ അവർക്ക് നോട്ടീസ് കൊടുത്തു, ഓക്കെ ഇതാണ് സംഭവം, നമ്മൾ ഇന്ന ദിവസം നടത്താൻ പോവുകയാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യാതെ വന്നിരിക്കുമ്പോൾ നമ്മളെന്തോ ഈ ആൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ആൾ പ്രിപ്പയർ ചെയ്തില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തന്നെ മുൻകൂട്ടി കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. എന്താണെങ്കിലും വിർച്വൽ ഇൻ്റർവ്യൂസിൻ്റെ കാര്യമാണ്. ഫേസ് ടു ഫേസ് ആണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പങ്ക്ച്വലായിട്ട് ആ പ്രോപ്പർ ടൈമിനുള്ളിൽ തന്നെ അവിടെ എത്തുന്നു എന്നുള്ള കാര്യം, ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് വെള്ളം കുടിച്ചിരിക്കാനുള്ളൊരു ടൈം ഉണ്ടെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇനി അപ്കമിങ് ഇടുന്നുണ്ട്, ജസ്റ്റ് ഷോർട്ടായിട്ട് നിങ്ങളിതൊന്ന് പറയുകയാണ്. കാര്യം ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കുറച്ച് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തതുകൊണ്ടും അതിലിരുന്നതുകൊണ്ടും ഞാൻ ആ ഒരു എക്സ്പീരിയൻസ്, കാര്യം ഒരുപാട് കുട്ടികൾ വന്നു പോയി, അതിൽ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് നമുക്ക് ജോബ് ഓഫർ ചെയ്യാൻ പറ്റി, കുറേ പേർക്കും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട്. ബിക്കോസ് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു 3 പേര് ചേർന്നുള്ള ഡിസിഷനാണ്. അപ്പോൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്നുള്ളൊരു ക്ലിയർ കട്ട് അതിനകത്തൊരു റീസൺ ഉണ്ട്, സോളിഡ് റീസൺ. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഇത്രയും നിങ്ങളൊരു ജോബ് ഹണ്ടിന് വേണ്ടി നടക്കും, നിങ്ങൾക്ക് വീണ്ടും അത് വരരുത്. അത് മാറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഫർദർ സെഷൻസ് നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഫർദർ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇതേപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് വിട്ടിരിക്കും, നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ UK നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ അതൊരു 1 വേർഡ് ആയിട്ടല്ല, അതൊരു പ്രോപ്പർ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, റെപ്പറ്റീഷൻ വരാതെ. സമയം സെയിം കാര്യം ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാലും, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ജോബിന് നിങ്ങൾ സ്കിൽഫുള്ളാണ് അല്ലെങ്കിൽ റൈറ്റ് ഫോർ ദിസ് ജോബ് എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് എങ്ങനെ വന്നു, അത് നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഓക്കെ, ചോദിച്ചപ്പോഴത്തേനും അവർ പെട്ടെന്ന് പറഞ്ഞ ഉത്തരമാണ് ഞാനൊരു ഡേ ഓഫ് എടുത്തു, I'll take a day off and I'll sit at home. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി ഇരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു സിറ്റുവേഷനിൽ അവരവരുടെ വർക്ക് കൊളീഗ്സിനെയും അല്ലെങ്കിൽ ഒരു വർക്ക് എത്തിക്സും മറന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ സെൽഫിഷായിട്ട് അവർ സ്വന്തമായിട്ട് ഓഫ് എടുത്ത് വീട്ടിൽ പോയിരിക്കുന്ന പറഞ്ഞത്. ഓക്കെ ഫൈൻ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കിട്ടി, ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ നമുക്കത് പറയേണ്ട ഒരു രീതിയുണ്ട് അല്ലേ. ഐ വിൽ എസ്കലേറ്റ് ടു മൈ മാനേജർ അല്ലേ, ഞാൻ അവരുമായിട്ട് സ്പീക്ക് ചെയ്യും. ഇഫ് പോസിബിൾ
പോസിബിൾ ഐ വിൽ ടോക്ക് വിത്ത് ദം ഇൻ എ ക്വയറ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം ഇഫ് ദ സിറ്റുവേഷൻ ഇസ് സ്റ്റേബിൾ ഐ വിൽ ആസ് നമുക്ക് എന്ത് ചോദിക്കാൻ വേണമെങ്കിൽ വെദർ ഐ ക്യാൻ ടേക്ക് എ ഡേ ഓഫ് അല്ലെങ്കിൽ ഹാഫ് ഡേ ഓഫ് so that I can speak with my family, I can speak with my friends, I can do some walking, അല്ലെങ്കിൽ I can do some cooking. അതെല്ലാം എൻ്റെ സ്ട്രെസ്സിനെ വിച്ച് വിൽ റിലീവ് മൈ സ്ട്രെസ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ ബലിപ്പിച്ച് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾക്ക് കാര്യം ഒബ്വിയസ്ലി നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണം. ഇപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ആവട്ടെ അല്ലെങ്കിൽ അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാവട്ടെ, എന്തിലും നിങ്ങൾക്കൊരു സ്ട്രെസ്സ് പ്രതീക്ഷിക്കാം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ ജോബിൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയുകയാണ് ഓക്കെ ഞാൻ വീട്ടിൽ പോയി ഇരുന്നോളൂ ഒരു ദിവസം ഡേ ഓഫ് എടുത്തിട്ട് എന്ന ആൻസർ പറയുമ്പോൾ നിങ്ങൾ ബാക്കി ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ നല്ല രീതിയിൽ ആൻസർ പറഞ്ഞിട്ടുണ്ടോ ഇതോടുകൂടി പോയി. മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരാൾ ഉത്തരം പറഞ്ഞാണ് ഐ ഹാവ് ഗൂഗിൾഡ് എവറിത്തിങ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ എല്ലാം ഗൂഗിൾ ചെയ്തു കഴിഞ്ഞു, അതോടുകൂടി ഒറ്റ വാക്കിൽ കഴിഞ്ഞു. അതേസമയം പറയുകയാണ് ഓക്കെ ഞാൻ ഈ ട്രസ്റ്റിനെ പറ്റിയിട്ട് ഐ ഹാവ് റിസർച്ച്ഡ് എ ലോട്ട് റിഗാർഡിംഗ് ദിസ് ട്രസ്റ്റ്. ഐ നോ ദിസ് ട്രസ്റ്റ് ഈസ് മാഗ്നറ്റ് അക്രഡിറ്റഡ്. ഐ നോ ദർ ഇസ് എ വൺ സ്റ്റോപ്പ് GI ക്ലിനിക് ഇൻ ദിസ് ട്രസ്റ്റ്. അല്ലെങ്കിൽ ഐ നോ ദ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് വർക്കിംഗ് ലൈക്ക് ദിസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ഏരിയാസിൽ കവേർഡ് ആയിട്ടുണ്ട്. അങ്ങനെ ട്രസ്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഐ നോ ദ ടീം വാല്യൂസ് ഓഫ് ദിസ് ട്രസ്റ്റ് അല്ലെങ്കിൽ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദിസ് ട്രസ്റ്റ്. അങ്ങനെയൊക്കെ ട്രസ്റ്റിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്തു. അല്ലെങ്കിൽ ഐ ഹാവ് ഗോൺ ത്രൂ ദ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജേർണൽസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മെറ്റീരിയൽസ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ NHS ഇൻ ദ UK പറ്റിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ നോക്കി. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് നമ്മളൊന്ന് പ്രൊആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ജോബ്, നിങ്ങൾക്ക് എന്തിനാണ് ഒരു ജോബ് തരണേ അല്ലേ. അപ്പോൾ ആ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യം നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം, ബാക്കിയുള്ള അടുത്ത് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകാം. പിന്നെ എപ്പോഴും ഈ ബീറ്റ് അറൗണ്ട് ദ ബുഷ് കറങ്ങി മൂക്കി തുടർന്ന കാര്യത്തിലല്ല, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ വലിച്ച് ഇപ്പോൾ എക്സ്പീരിയൻസ് പറയുന്നത് തന്നെ എല്ലാവരും പലയിടത്തുള്ള എക്സ്പീരിയൻസ് അവർ പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നഴ്സിങ്ങിൻ്റെ ആണെങ്കിൽ പറയുകയാണ് ഞാൻ പണ്ട് SUT പട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ശ്രീചിത്ര തിരുനാളിൽ പോയി. അതിനുശേഷം ഞാൻ RCCയിൽ പോയി. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. പിന്നെ ഞാൻ പുനലൂർ പോയി. പിന്നെ ഞാൻ താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്തു വിതുരയിൽ. ഇതെല്ലാം പറഞ്ഞെന്ന് വെച്ചോ. അപ്പോൾ ഇതൊന്നും അവർക്ക് അറിയില്ല. ഈ വിതുര എവിടെയാണെന്നോ പട്ടം എവിടെയാണെന്നോ അല്ലെങ്കിൽ ശ്രീചിത്ര എവിടെയാണെന്നോ കോഴിക്കോട് എവിടെയാണെന്നോ ഇതൊന്നും അവർക്കറിയില്ല. സിംപ്ലി നിങ്ങൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്തു, എത്ര നാൾ വർക്ക് ചെയ്തു, എത്ര നാളോളം അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും പ്രോഗ്രഷനോ പ്രൊമോഷനോ നിങ്ങൾക്ക് ഉണ്ടായോ, നിങ്ങളൊരു ടീം ലീഡറായിട്ട് വർക്ക് ചെയ്തോ, അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തു, ഇത് നിങ്ങൾ പറയുക. അല്ലാതെ ഇന്ന സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയോ ഇവിടെ ഉള്ളവർക്ക് ഇല്ല, നിങ്ങളുടെ സ്ഥലങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ക്ലിയർ ആയിട്ട് പ്രിസൈസായിട്ട് ബ്രീഫായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഏത് കാര്യമാണെങ്കിലും. പിന്നെ റെപ്പറ്റീഷൻ വരാതെ ഡയറക്റ്റ് ടു ദ പോയിൻ്റ് ആയിട്ട് നിങ്ങൾ പറയുക കാര്യങ്ങൾ. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ അവർ ക്ലിയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ വരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അഡ്മിൻ ജോബിനോ അല്ലെങ്കിൽ നഴ്സിംഗ് ജോബിനോ നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ ജോബിനോ നിങ്ങൾ അപ്ലൈ ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ടോ നിങ്ങൾ ഓഫീസിലോട്ടോ വന്ന സമയത്ത് നിങ്ങൾ നോക്കിയപ്പോൾ പേഷ്യൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള റെഫറൽസും ഫയൽസ് എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. വാട്ട് വിൽ ബി എ ഫസ്റ്റ് ആക്ഷൻ എന്നായിരിക്കും ചോദിക്കുക. ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് അവർ എടുക്കണം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പ്രൈവസീനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് പറയണു, അല്ലെങ്കിൽ ആ വാക്ക് നിങ്ങളവിടെ പറയുന്നുണ്ടോ, പക്ഷേ അതിനെ പറ്റിയിട്ട് ഒരൊറ്റ അക്ഷരം അവർ പറയത്തില്ല, ഒരു സെനാരിയോ ആയിരിക്കും പറയുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് മോൾഡ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തണത്. അതിൽ നിന്നാണ് നിങ്ങളുടെ ആൻസർ അവർ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം നമ്മൾ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അതിനകത്ത് അവിടെ സോ ദിസ് ഈസ് എ ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ എവിഡൻസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച്. ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ഉണ്ടായതിന് ഒരു ക്ലിയർ എവിഡൻസ് ആണ് നിങ്ങളിപ്പോൾ പറഞ്ഞ സെനാരിയോ. സോ ഇഫ് ഐ വാസ് ദെയർ അല്ലെങ്കിൽ ഞാനായിരുന്നു ആ സിറ്റുവേഷൻ എങ്കിൽ ഐ വിൽ ബി കീപ്പിംഗ് ഓൾ ദ ഫയൽസ് ഇൻ എ സെക്യൂർഡ് ഏരിയ അല്ലെങ്കിൽ all the files will be locked away so that nobody can access, so that the public can't access any of these files. By that way, and I will manage, I will maintain the confidentiality of my patients and I will maintain the patient safety അല്ലെങ്കിൽ പേഷ്യൻറ്റ് പ്രൈവസി എന്നുള്ള രീതിയിൽ പറയാം. അതിന് നിങ്ങളൊരു അഡ്മിൻ ആവട്ടെ, നിങ്ങളൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകട്ടെ, നിങ്ങളൊരു നേഴ്സ് ആവട്ടെ, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. കാര്യം ഇതൊക്കെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ്. മനസ്സിലായോ? NMCയുടെ കോഡ് ആൻഡ് കണ്ടക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു UKയുടെ പോളിസിയിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം. കോൺഫിഡൻസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കുറേ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള അപ്ലൈ ചെയ്ത ജോബിനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. എപ്പോഴും അതിനകത്ത് ചോദിക്കുന്നതിനകത്ത് അതിനകത്തുള്ള എസെൻഷ്യൽ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡിസൈറബിൾ ക്രൈറ്റീരിയ പറയുന്നുണ്ടായിരിക്കും. ജോബ് സ്പെസിഫിക്കേഷൻ അത് ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിനകത്ത് പോകാനായിട്ട്. ഓരോന്നും നിങ്ങൾ എവിടെ വെച്ചിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. ചിലപ്പം അതിന് ഒന്ന് ആപ്ലിക്കേഷനിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇനി വരാൻ പോകുന്ന വീഡിയോസിനകത്ത് ഞാനൊരു സീരീസ് ഓഫ് വീഡിയോസ് കാര്യം ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ്. ഇതേപോലത്തെ പല അഡ്മിൻ ജോബ്സ് അവരിപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ള കുട്ടികളായിരിക്കും യു കെയിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നഴ്സിംഗ് ജോബിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഓൾറെഡി ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നു, നിങ്ങൾ നാട്ടിൽ വേറെ ഏതെങ്കിലും നല്ല നല്ല ജോബിൽ ഇപ്പോൾ ബിസിനസ് ഫീൽഡിലോ മാനേജ്മെൻറ്റ് ഫീൽഡിലോ MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ അഡ്മിൻ പോസ്റ്റുകളോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ വളരെ കോമൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് ഓഫ് കുറേ സംഭവങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട യൂസ്ഫുൾ ടിപ്സും അല്ലെങ്കിൽ വരുന്ന ഓരോ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പലയിടങ്ങളിലായിട്ട് വരുന്നുണ്ട്. അതൊരു റൈറ്റ് ജോബ് നിങ്ങൾക്ക് ഏതാണെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വീഡിയോസും ഇനി ഞാൻ അപ്കമിങ് സെഷൻസിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജോ നമ്മുടെ വാട്സപ്പ് ചാനലോ നമ്മുടെ യൂട്യൂബ് ചാനലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലോ ഫോളോ ചെയ്തില്ലെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. ആൻഡ് ഈ കണ്ടൻറ്റുകളൊന്നും തന്നെ നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ. കാര്യം ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാര്യം ഒരുപാട് പേരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈവൻ ഒരു ജോബ് പോലും കാണത്തില്ല. അവരായിരിക്കും ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ പല തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുന്നത്. ഭയങ്കര റീച്ച് ഉണ്ടായിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. കാര്യം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുള്ള സമയമില്ല. നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റില്ല. കാര്യം നമ്മുടെ ജോബിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പക്ഷേ സ്റ്റിൽ ഇങ്ങനെയൊക്കെ കുറേ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വിചാരിക്കും ഇവരുടെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും, ഇവർക്കൊന്നുമില്ല, ഈ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ ആൾക്കാരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂവിനും കൂടെ കാണിക്കുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് ജോബും കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലൂടെ ഞാൻ വെച്ചാൽ അറ്റ്ലീസ്റ്റ് കിട്ടുന്ന സമയത്തെങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ ഉറപ്പായിട്ട് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിക്കും. ആൻഡ് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ. നിങ്ങൾ കൂടെ രക്ഷപ്പെടുന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളെയും കൂടെ രക്ഷപ്പെടുത്താനും കൂടെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. ഞാൻ എപ്പോഴും അല്ലെങ്കിൽ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരോ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടത്തിനോടൊപ്പം അവരെനിക്കും കൈത്താങ്ങ് തന്നിട്ടുണ്ട്. ആ ഒരു പോളിസി തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറ്റാവുന്ന മാക്സിമം ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് ഓരോ ദിവസവും 100 കണക്കിനുള്ള മെസ്സേജുകളാണ് പറഞ്ഞത്. എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, എനിക്ക് അവിടെ ജോലിയായി, ഒരുപാട് താങ്ക് യു ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജുകളും അല്ലെങ്കിൽ ആ കമൻറ്റുകളും ആ ഫീഡ്ബാക്കുകൾ കേൾക്കുന്നതാണ് എന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം ഈ തിരക്കിനിടയിലും നിങ്ങളിലേക്ക് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട്. കാര്യം നിങ്ങളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പാർട്ടാവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേട്ടത്തിലൊരു പാർട്ടാവാൻ എനിക്കാവാനോ അല്ലെങ്കിൽ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനലിനാവാനോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്തായാലും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നേടാം. അതിനോടൊപ്പം തന്നെ കൊണ്ടുപോവുക കൂടുതലുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്ക് പേഴ്സണലി ഓരോ കമൻറ്റും റിപ്ലൈ ഇടാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ മിസ്സാവാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ചാനൽസും നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജും വാട്സപ്പ് ചാനലും യൂട്യൂബും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്തേക്കുക. ഓക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ NHSലേക്ക് ജോലിക്ക് കയറാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരറിയേണ്ട കാര്യങ്ങളാണ്. വിർച്വൽ ഇൻ്റർവ്യൂസ് ആണെങ്കിലോ ഇനി ഒരു ബാൻഡ് 5 ആയിട്ട് നഴ്സിംഗ് ജോബിലേക്ക് NHSൽ കയറാനിരിക്കുന്ന കുട്ടികളാണെങ്കിലോ ശരി, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ അഡ്മിൻ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനേജ്മെൻറ്റ് പോസ്റ്റിലേക്കോ UK ജോബിന് കയറാനിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോസിനകത്തോട് ഞാൻ പറയുന്നത് എന്തായാലും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.